നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായി ചുമതലയേറ്റതോടെ ഇലോൺ മസ്കിന്റെ നയങ്ങൾ ജീവനക്കാർക്ക് കൂടുതൽ ഭാരമാകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഫെഡറൽ സർക്കാരിന്റെ ചെലവുകൾ കുറയ്ക്കാനും പാഴ്ചെലവുകൾ ഒഴിവാക്കാനുമുള്ള ദൗത്യമാണ് മസ്കിനുള്ളത്. ഇതിന്റെ ഭാഗമായി നിരവധി സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുക പോലുമുണ്ടായി. ഇപ്പോഴിതാ എല്ലാ US ഫെഡറൽ ജീവനക്കാരും തങ്ങൾ ഒരാഴ്ച ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ നൽകിയില്ലെങ്കിൽ അവരെ പുറത്താക്കുമെന്ന് മസ്ക് അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജീവനക്കാർക്ക് അയച്ച ഇമെയിലിലാണ് മസ്കിന്റെ മുന്നറിയിപ്പ്. നിർദ്ദേശം അവഗണിച്ചാൽ രാജിയായി കണക്കാക്കുമെന്നും ഇമെയിലിൽ പറയുന്നു. കഴിഞ്ഞ ആഴ്ച ചെയ്ത 5 ജോലികളുടെ വിശദാംശങ്ങൾ ഇമെയിലിലൂടെ മറുപടിയായി അറിയിക്കണമെന്നാണ് മസ്കിന്റെ നിർദ്ദേശം. തിങ്കളാഴ്ചയ്ക്കകം ഇമെയിലിന് മറുപടി നൽകാനാണ് ഉത്തരവ്. അടുത്തയാഴ്ച മുതൽ സിവിലിയൻ ജീവനക്കാരിൽ 5% പേരെയെങ്കിലും വെട്ടിക്കുറയ്ക്കാൻ US പ്രതിരോധ വകുപ്പിന് മസ്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രൊബേഷണറി പദവിയിലുള്ള മറ്റു നിരവധി ഫെഡറൽ തൊഴിലാളികളെ ട്രംപിന്റെ ഭരണകൂടം ഇതിനോടകം പിരിച്ചുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കടുത്ത നടപടികൾ തുടരുന്നതിനിടെയാണ് ജീവനക്കാർക്ക് ഭാരമാകുന്ന പുതിയ ഉത്തരവുകൾ വരുന്നത്. ട്രംപിന്റെ ഉപദേഷ്ടാവാണ് ശതകോടീശ്വരനും ടെസ്ല മേധാവിയുമായ മസ്ക്. ട്രംപ് ഭരണകൂടത്തിൽ മസ്ക് കാണിക്കുന്ന അമിതമായ സ്വാധീനത്തിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. തന്റെ ജോലികൾ കൂടുതൽ കടുപ്പിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് മസ്കിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുതിയ ഇമെയിൽ ഫെഡറൽ ജീവനക്കാരിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും പിരിച്ചുവിടൽ ഉണ്ടാകുമെന്നാണ് ജീവനക്കാരുടെ ആശങ്ക. ഇതുവരെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങൾ ജീവനക്കാർക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നതിൽ വൈറ്റ് ഹൗസിൽ ഉൾപ്പെടെ കടുത്ത അമർഷം ഉയരുന്നുണ്ട്. ജീവനക്കാരെ അപമാനിക്കുന്നതാണ് മസ്കിന്റെ നടപടിയെന്ന വിമർശനവുമായി US തൊഴിലാളി സംഘടന രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം 10,000-ഓളം സർക്കാർ ജീവനക്കാരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞയാഴ്ച കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരുന്നു. സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സർക്കാർ മേഖലയിൽ ജോലി നോക്കുന്ന ജീവനക്കാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളതെന്നായിരുന്നു അതിനു നൽകിയ വിശദീകരണം. ട്രംപും ട്രംപിന്റെ ഉപദേശകനുമായ ഇലോൺ മസ്കും കൂടിച്ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഊർജം, ആരോഗ്യം, കൃഷി തുടങ്ങിയവ അടക്കമുള്ള വകുപ്പിലെ ജീവനക്കാരും പിരിച്ചുവിട്ടവരിൽ ഉൾപ്പെടുന്നു. ഇന്റേണൽ റവന്യൂ സർവീസിലെ 1000-ഓളം ജീവനക്കാരെയും അടുത്ത ഘട്ടത്തിൽ പിരിച്ചുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ആദ്യ വർഷത്തിൽ തൊഴിൽ സുരക്ഷ ലഭ്യമാക്കാത്ത പ്രൊബേഷണറി ജീവനക്കാരാണ് പിരിച്ചുവിട്ടവരിൽ അധികവും. പിരിച്ചുവിടൽ സംബന്ധിച്ച് ഇലോൺ മസ്കിന്റെ ഇടപെടലിനെ കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇലോൺ മസ്കിന്റെ പങ്കിൽ ആശങ്കകൾ വേണ്ടെന്നും കൃത്യമായ ഓഡിറ്റ് നടത്തിയാണ് നടപടികൾ സ്വീകരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ സഹാധ്യക്ഷൻ കൂടിയാണ് ഇലോൺ മസ്ക്.